കോളേജിൽ ആർട്സ് ഡേക്ക് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം സെറ്റ് ആക്കാൻ വേണ്ടി വന്നേടാ. കോളേജിലത്തെ മെയിൻ ഡാൻസറും അതേപോലെ കോളേജിന്റെ തന്നെ മുതലാളിനെയും കൂട്ടിയിട്ടാണ് നമ്മ ഇവിടെ വന്നേ. വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എഴുതി കൊടുത്താൽ മതിട്ടാ, മുതലാളി പൈസ കൊടുത്തോളും. ഒരു ലേഡീസ് വിഗും ഒരു ബ്ലാക്ക് ഇവൻ വേണ്ട സാധനങ്ങളെല്ലാം പറയുന്ന ടൈം കൊണ്ട് ഞാൻ അടിയിലെ കിരീടങ്ങളെല്ലാം എക്സ്പ്ലോർ ആക്കി. കിരീടത്തിന്റെ അടുക്ക് നമുക്കൊരു തോക്കം കിട്ടി. സംഭവം മുതലാളിയിലാണെങ്കിലും ഇപ്പം ചെങ്കോലും കിരീടവും ഇല്ലാത്ത രാജാവാണ്. അധികാരം പോയ സിംഹം. തൽക്കാലം തലക്കെട്ടോട്ട് വെച്ചിട്ട് ഞാൻ കൊണ്ട് കൊടുത്ത ഒരു കിരീടം. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ. ഇവന് പിന്നെ അധികാരമൊന്നും ഇല്ലെങ്കിലും അപരാധം കുറയില്ലോണ്ട് ഇവന് വിട്ടു കിരീടം. തായിലെന്തല്ലോ സ്പെഷ്യൽ സാധനം ഉണ്ട് പറഞ്ഞിട്ട് നേരെ തായ്ക്കു. ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല. അത് കഴിഞ്ഞൊരു തെയ്യത്തിന്റെ മുടി കണ്ടേരം ഞാനും തലയിലെടുത്ത് വെച്ചു. സംഭവം നമ്മളെല്ലാവരും ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നെങ്കിലും പിള്ളേർ സ്വഭാവത്തിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടാ. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ഓരോ അപരാധം നമ്മൾ എടപ്പായാലും കാണിക്കും. ഈ മാസ്ക് ഇടാണ്ട് തന്നെ ഓൾ അങ്ങനെയാണെന്ന് ഒക്കെ അറിയാത്തോണ്ടാന്നോ ഇനി ആരും പറയാത്തോണ്ടോന്നും അറിയില്ല. ഇട്ട് നോക്കുന്നുണ്ട് എന്തായാലും. തെയ്യം കഴിഞ്ഞോണ്ട് മതസൗഹാർദ്ദമായി. ണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കോള് കൊണ്ട് തെറിപ്പിക്കാൻ പറ്റിയ തൊപ്പിയല്ലിത്. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ട് നടക്കാറില്ല. അത് കഴിഞ്ഞ് രാജാവിന്റെ ഒരു സ്പെഷ്യൽ എഫക്റ്റും കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോക്കായി. നേരെ പോയി പാർക്കിങ്ങിന് വണ്ടി എടുത്ത് നോമ്പ് ഓർക്കാൻ ടൈം ആയതുകൊണ്ട് ഇവനെ പള്ളിയിലും ആക്കിയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി.